നമസ്തേ. 2024 ഡിസംബർ മാസത്തെ ചാരഫലത്തിലേക്ക് സ്വാഗതം. ഈ മാസക്കാലം മണ്ഡല മാസക്കാലമാണ്. വ്രതശുദ്ധിയോടുകൂടി ശബരിമല ദർശനം നടത്തുന്ന കാലഘട്ടമാണ്. ഇതുകൂടാതെ ഏകാദശി, ഗുരുവായൂർ ഏകാദശി വരുന്നത് ഈ മാസത്തിലാണ്. തൃക്കാർത്തിക വരുന്നത് ഈ മാസക്കാലത്താണ്. തൃക്കാർത്തികയ്ക്ക് ദേവീ പ്രാധാന്യത്തിലുള്ള പൂജകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും ദേവീ ഉപാസനകൾ നടത്തുന്നവർക്ക് അതിൻ്റെ വളരെ പ്രാധാന്യത്തോടുകൂടി ഉപവാസങ്ങൾ എടുക്കുകയും ചെയ്യുന്ന മാസം കൂടിയാണ് തൃക്കാർത്തിക മാസം. കാർഷിക വിളകളുടെ വിപണി കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഈ മാസങ്ങളിലാണ്. ചാരവശാലുള്ള ഫലം നോക്കുമ്പോൾ ശുക്രൻ ഈ മാസത്തിൽ ഡിസംബർ 2-ാം തീയതിയാണ് ധനുവിൽ നിന്നും മകരത്തിലേക്ക് രാശി മാറും. കൂടാതെ ഡിസംബർ 1 മുതൽ ബുധന് മൗഢ്യമുണ്ട്, വക്രമൗഢ്യമുണ്ട്. അത് ഡിസംബർ 11-നാണ് മാറ്റം സംഭവിക്കുന്നത്. ബുധമൗഢ്യമുള്ള സമയമാണ് 1 മുതൽ 11 വരെ എന്നർത്ഥം. ഇവയെല്ലാം കണക്കിലെടുത്ത് ചാരവശാലുള്ള ഫലത്തിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികക്കാലം അടങ്ങുന്ന മേടം രാശിയുടെ പല ഗ്രഹങ്ങളും ഈ രാശിക്ക് ആധിപത്യമുള്ള പല ഗ്രഹങ്ങളും ഈ മാസക്കാലം നല്ല ഫലം തരുന്ന അവസ്ഥയാണ്. ഒന്ന്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ച്, ലാഭം, ശനി എന്ന് പറയുന്ന പ്ലാനറ്റ് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ലാഭസ്ഥാനത്ത് നല്ലതാണ്. രോഗങ്ങളിലോ ദുരിതങ്ങളിലോ കടബാധ്യതകളോ ഉള്ളവർക്ക് അതിനുള്ള നിവൃത്തി ഉണ്ടാകുന്ന സമയവും ഈ രാശിക്ക്, മേടം രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ സംഭവിക്കും. പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ സഹായ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന പലരും ഉണ്ടാവും. ആ സഹായ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് കിട്ടും. സഹോദരങ്ങളുടെ സഹായ സ്ഥാനം കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. ഇത് കൂടാണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുടങ്ങിക്കിടക്കുന്ന പഠിത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവയ്ക്ക് മാറ്റമുണ്ടായി പുതിയ കോഴ്സിന് പോകാനും പുതിയ തരത്തിലുള്ള പഠിത്തത്തിലേക്ക്, പഠന കാര്യങ്ങൾക്ക്, വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് നീക്കുപോക്കുകൾ ഉണ്ടാവുകയും, കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്സ് നടത്തി കഴിഞ്ഞാൽ അതിനൊരു നിവൃത്തി ഉണ്ടാവുകയും ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം എന്നർത്ഥം. 2-ാം ഭാവത്തിൽ വ്യാഴം നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ കടന്നു പോകാൻ സാധ്യത, അതായത് വലിയ കുഴപ്പമില്ലാതെ തന്നെ നല്ലപോലെ കടന്നു പോകാനുള്ള സാധ്യതയുള്ള സമയമാണ്. നേരത്തെ പറഞ്ഞു, രോഗം, കടം ഇവയൊക്കെ നിവൃത്തി ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് നെഗറ്റീവ് ഇല്ലാത്ത പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യതകൾ ചിലപ്പോൾ മങ്ങലേൽക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് പല കാര്യങ്ങളും കലാമേഖലയിൽ മറ്റുള്ള പ്രവർത്തിക്കുന്നവർക്ക് ഈ രാശിക്കാർക്ക് ഒരല്പം മങ്ങൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെല്ലാം കണക്കിലെടുത്ത് പൊതുവെ വളരെ ഗുണങ്ങൾ ഏറിയ മാസമാണ് മേടം രാശിക്കാർക്ക് ഡിസംബർ മാസം എന്ന് തന്നെ പറയാം. ഏതായാലും നല്ലൊരു രാശിഫലമാവട്ടെ ഇവർക്കെന്ന് പ്രാർത്ഥിക്കുന്നു. 2-ാമതായിട്ട് ഇടവൻ രാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആരയും അടങ്ങുന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയിൽ ഒരൊറ്റ ഗ്രഹം മാത്രമേ ഈ രാശിക്കാർക്ക് അനുകൂല സ്ഥാനത്ത് ഉള്ളൂ. ആ അനുകൂല സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുന്നത് വസ്ത്രവ്യാപാര മേഖലയിൽ നിൽക്കുന്നവരും ആഡംബര സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും, അതേപോലെ സിനിമ, മറ്റുള്ള കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ, ഏത് തരത്തിലുള്ള കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ മാസക്കാലത്ത്
പുരോഗമനം, അവർ ഇറങ്ങുന്ന പ്രോജക്റ്റുകൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം തീർച്ചയായിട്ടും ഒരൊറ്റ ഗ്രഹത്തിൻ്റെ ആനുകൂല സ്ഥിതി മാത്രമേ ഇപ്പോൾ നിലവിൽ ഉള്ളൂ. ബാക്കി തീർച്ചയായിട്ടും ചെറിയ തരത്തിലുള്ള ശിരോരോഗങ്ങളൊക്കെ അലട്ടാനുള്ള സാധ്യതയും ചില രോഗങ്ങളൊക്കെ വന്നുപെടാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ടുണ്ടാവും. വസ്തു വാങ്ങുക, വിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നേരിടും. അവയ്ക്കൊന്ന് ഈ മാസം ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കും തീരെ അനുകൂലമായിട്ടുള്ള അവസ്ഥയല്ല. ആവറേജ് എന്നേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഈ രാശിയുടെ തൊഴിലിൻ്റെ രാശിയുടെ അധിപനായിട്ടുള്ള രാശ്യാധിപൻ ആ രാശി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് പുരോഗമനം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് കൂടുതലൊന്നും പറയാൻ കഴിയില്ല. കൂടാതെ വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞ പ്ലാനറ്റ് ആ രാശിയിൽ തന്നെ നിലനിൽപ്പുണ്ട്. അതും ഗുണകരമായിട്ട് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ഒരു മേഖലയിലുള്ളവർക്ക് അതായത് ആഡംബര വ്യവസായങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള പുരോഗമനം വരാനുള്ള സാധ്യത ഉണ്ട്. അടുത്തതായിട്ട് മിഥുനം രാശി. മകീരത്തിന്റെ അരയും തിരുവാതിരയും പുണർത്തത്തി മുക്കാലും അടങ്ങുന്നതാണ് മിഥുനക്കൂറ്. മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ ചാരവശാല് ആദിത്യൻ എന്ന് പറഞ്ഞ ഗ്രഹം അനുകൂല സ്ഥാനത്താണ്. അപ്പോൾ ദുരിതാദിസ്ഥാനം പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കടബാധയിൽപ്പെട്ടിരുന്നവർക്കൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. രോഗങ്ങൾ ഉണ്ടായിരുന്നവർ ചികിത്സിച്ചാൽ ഭേദപ്പെടുന്ന മാസമാണ്. വ്യക്തമായി ചികിത്സിച്ചാൽ ഭേദപ്പെടുന്ന മാസമാണ്. കടബാധ്യത ഉണ്ടായിരുന്നവർക്ക് അതിനുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. കൂടാതെ പഠിത്ത കാര്യങ്ങൾക്ക് ഏർപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉപരിപഠനത്തിൽ താല്പര്യമുള്ളവർക്ക് അതിന് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നവരോ മറ്റ് സ്റ്റേറ്റുകളിൽ പഠിക്കാൻ പോകുന്നവർക്കോ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കോ പഠനം മുടങ്ങിക്കിടന്നവർക്കോ ഒക്കെ ഈ മാസത്തിലേക്ക് ഒന്ന് ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പുരോഗമനം ഉണ്ടാകാനുള്ള, അതിനുള്ള വഴികൾ തുറക്കാനും പുരോഗമനം ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കൂടാതെ ബിസിനസ് മേഖലയിൽ ഉള്ളവർക്ക് അനുകൂല സ്ഥിതിയാണ്. സന്താനങ്ങളെ കൊണ്ട്, ഈ രാശിക്കാരുടെ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകും. സന്താനങ്ങളെ കൂടെ മൂലം മാത്രമല്ല, ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗമനം, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഏത് തരത്തിലുള്ള കലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അവരുടെ പുതിയ പ്രോജക്റ്റുകളോ കാര്യങ്ങളോ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയും തീർച്ചയായിട്ടും ഈ മാസക്കാലം ഉണ്ടാകും. ഏറെ ഗുണകരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതായത് സാമ്പത്തികം കോൺസ്റ്റന്റ് ആയിരിക്കില്ല, മാറി വരാനുള്ള സാധ്യതയാണ് ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ബാക്കി അതിലുപരി പല മേഖലകളിലും നമുക്ക് പുരോഗമനത്തിന്റെ ഒരു പാതയിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ള മാസമാണ് ഡിസംബർ മാസക്കാലം. അടുത്തതായിട്ട് കർക്കിടകം രാശി. പുണർത്തിക്കാലും പൂയവും ആയില്യവും അടങ്ങുന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് പ്രത്യേകിച്ച് അറിയാം, വ്യാഴം എന്ന് പറയുന്ന പ്ലാനറ്റ് 11ാം ഭാവത്തിലാണ് എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും കർക്കിടകക്കൂറുകാർക്കുള്ള ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള അവസ്ഥ. കടബാധ്യതകൾ നീങ്ങാം, ഭാഗ്യം അനുകൂലമാണ്. അതുകൂടാണ്ട് കുറച്ച് നീക്കിയിരിപ്പുകളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും ഗുണമാവും. അതല്ലാണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ചെറിയ വിഷമസ്ഥിതികൾ അനുഭവിക്കാനുള്ള സമയമാണ്. മറ്റ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള, ഈ മാസം അനുകൂലമായിട്ടുള്ള സമയമല്ല. ബിസിനസ് മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമല്ല. കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്നവർക്കും പൂർണ്ണമായിട്ടും അനുകൂല സ്ഥിതിയിൽ ആണെന്ന് പറയാൻ കഴിയില്ല. മൊത്തത്തിൽ വിവാഹ കാര്യങ്ങളൊക്കെ താല്പര്യപ്പെട്ടു പോകുന്നവർക്ക് ഈ മാസം പൂർണ്ണമായിട്ടും അനുകൂല സ്ഥിതി അല്ല. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച്
നമുക്ക് ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ട് വേണം ഇനി മറ്റുള്ള പല കാര്യങ്ങളും ചിന്തിക്കാനായിട്ട്. ഭാഗ്യസ്ഥിതി അനുകൂലമാണെന്ന് മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. ആ ഭാഗ്യസ്ഥിതിയിൽ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ചിങ്ങക്കൂറ്. മകവും പൂരവും ഉത്രത്തിക്കാലം അടങ്ങുന്നതാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഇരുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പഠന കാര്യങ്ങൾക്ക് തുടങ്ങി വെക്കുന്നവർക്ക് മാറ്റങ്ങൾ നല്ല രീതിയിലുണ്ടാവും. പുതിയ തരത്തിലുള്ള കോഴ്സുകളോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യപ്പെട്ടു പോകുന്നവർക്ക് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞ ചിങ്ങൻ രാശിയുടെ 2ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും 8ൽ സർപ്പം നിൽക്കുന്നതൊക്കെ ആ രാശിക്കാർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം കുടുംബജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ അല്ലറ ഉണ്ടായിക്കൊണ്ടിരിക്കും. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ കുറച്ചുണ്ടാവും. ഇത് കൂടാണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ ചിലപ്പം ശരിയായിട്ടുള്ള അർത്ഥത്തിൽ എടുക്കണമെന്നില്ല. അനാവശ്യമായ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ചിങ്ങൻ രാശിയുടെ അധിപനും ഇപ്പോൾ ഈ മാസക്കാലം അത്ര നല്ല അവസ്ഥയിലല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ചില തരത്തിലുള്ള ഗുണങ്ങൾ മാത്രം നമുക്ക് കിട്ടും എന്ന് വിചാരിക്കുക. കുടുംബജീവിതത്തിന് അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ കുടുംബജീവിതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആ രാശ്യാധിപന് ഇപ്പൊ ഒരു പ്രത്യേക ഗുണകരമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് മുമ്പ് കഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായി വരികയും ചെയ്യും. കൂടാതെ വീട് വയ്ക്കാനോ വസ്തു വാങ്ങാനോ ഒക്കെ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാകും. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ്. പുതിയ ബിസിനസ്സുകൾ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അനുകൂല സ്ഥിതി. അവരുടെ ജാതകം കൂടി പരിശോധിച്ച് വേണം അതിലേക്ക് ഇറങ്ങാനായിട്ട്. അനുകൂല സ്ഥിതിയാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ ഇറങ്ങാനായിട്ടുള്ള അനുകൂല സ്ഥിതി ഇതിനകത്ത് ഈ ഡിസംബർ മാസ കാലഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ദശ, അപഹാര കാലഘട്ടം, ഛിദ്രം, അതുകൂടാതെ ജാതകത്തിലെ ഗ്രഹബലം, അവനവൻ വസിക്കുന്ന ദേശം, ഓരോ കർമ്മങ്ങളും ചെയ്യുന്ന കാലഘട്ടം, ഇതെല്ലാം അനുസരിച്ച് വേണം ഫലങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാവരുടെയും എല്ലാ രാശിക്കാർക്കും ജാതകാൽ ഉള്ള അവരവരുടെ ഗുണഗണങ്ങൾക്ക് അനുസരിച്ചും കൂടിയാണ് ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് എന്നർത്ഥം. അപ്പോൾ പൊതുവെ ചില ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളല്ലാതെ മറ്റു മാറ്റങ്ങൾ ഈ ചിങ്ങൻ രാശിക്കാർ ഈ മാസം അമിതമായിട്ട് പ്രതീക്ഷിക്കരുത്. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റ സമയം തന്നെ ആവട്ടെ എന്ന് സർവേശ്വരനോട് ഈ രാശിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് കന്നി രാശി. ഉത്രത്തി മുക്കാലും അത്തവും ചിത്തിരത്തരയും അടങ്ങുന്നതാണ് കന്നിക്കൂറ്. ഈ കന്നിരാശിയിൽ ഇപ്പോൾ ഒരുവിധം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സമയമാണ്. ഈ രാശിക്കാർക്ക് സ്ഥിരമായിട്ട് 6ാം ഭാവത്തിൽ തന്നെയാണ്, 5ഉം 6ഉം ഭാവത്തിലുള്ള ശനി 6ാം ഭാവത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതൊരു ഗുണം തന്നെയാണ്. കടബാധ്യതകളോ മറ്റു കേസ് വഴക്കുകളോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങളിൽ നിന്നും കുറെ മോചനം നേടാനുള്ള സാധ്യത അതിനകത്ത് തെളിയും. ഈ രാശിയുടെ 9ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. സർവേശ്വരകാരനായിട്ടുള്ള വ്യാഴം 9ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണം എന്ന് തന്നെയാണ് എല്ലാ ആചാര്യന്മാരും പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആ ഗുണഗണങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഈ രാശിക്കാർക്ക് ഉണ്ടാകട്ടെ. സകലവിധ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഒഴിയും. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഈ മാസക്കാലം അനുകൂല സ്ഥിതിയാണ്. കൂടാതെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവർക്ക് ആഡംബര വ്യവസായങ്ങൾ ധാരാളമുണ്ട്. ആഡംബരമായിട്ടുള്ള വ്യവസായങ്ങൾ ഏർപ്പെടാൻ പോകുന്നവർക്ക്, അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുന്നവർക്കും, കലാപരമായിട്ടുള്ള
നേട്ടങ്ങളിലേക്ക് തിരികെ സാധ്യതയുള്ളവർക്കും ഒക്കെ അനുകൂല മാസമാണ് ഈ ഡിസംബർ മാസക്കാലം. ബാക്കി പഠന കാര്യങ്ങളിലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത്ര അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഈ രാശിക്കാർക്ക് ഇപ്പം അനുകൂലമല്ല. വിവാഹാദി കാര്യങ്ങൾ തീർച്ചയായിട്ടും അനുകൂല സ്ഥിതിയിൽ പൂർണ്ണമായിട്ട് അനുകൂലമെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ആവറേജിൽ നിൽക്കുന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. രോഗാദി സ്ഥാനത്ത് ഒരു ശമനം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കന്നി രാശിക്കാർക്ക് കൂടുതൽ അനുകൂലപ്രദമായിട്ടുള്ള മാസം ആണ് ഡിസംബർ മാസം എന്ന് തന്നെ ചാരവശാൽ പറയേണ്ടി വരും. അടുത്തതായിട്ട് തുലാം രാശി. ചിത്രത്തരയും ചോദ്യയും വിശാഖത്തെയും മുക്കാലും അടങ്ങുന്നതാണ് തുലാക്കൂറ്. തുലാം രാശിയുടെ ഈ രാശിക്കാർക്കുള്ള നല്ല സമയമാണ് ഇപ്പോൾ. വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്കും പുതിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും അനുകൂല സ്ഥാനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇതുകൂടാതെ ഈ രാശിയുടെ അധിപനും വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽപ്പുണ്ട്. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മറ്റ് ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളവർക്ക്, ബിസിനസ് ഈ രാശിക്കാർക്കാണ് ഇപ്പോൾ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ടുള്ള താല്പര്യമുള്ളവർക്കൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ചെറിയ കച്ചവടം മുതൽ വലിയ വലിയ സംരംഭങ്ങൾക്ക് വരെ ഇറങ്ങാനുള്ള സാധ്യതയായിട്ട് നിൽക്കുന്നത് ഈ മാസക്കാലമായിട്ടുമാണ്. തുടക്കം കുറിക്കാൻ നല്ല അനുയോജ്യമായിട്ടുള്ള സമയം ഈ മാസക്കാലമാണെന്നർത്ഥം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് വിവാഹാദി കാര്യങ്ങൾ ആലോചന നടന്നു കഴിഞ്ഞാൽ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല. അത് ഒത്തിരി പ്രശ്നമുള്ളതാണ്. 5ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. ശനി സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ പോലും സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമസ്ഥിതി കുറച്ചൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂടാതെ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാനെ കാര്യമായിട്ട്, വൈഷ്ണവ സംബന്ധമായിട്ടുള്ള ദേവതകളെയും വിഷ്ണു ഭഗവാനെ കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. അടുത്തതായി വൃശ്ചികം രാശി. വിശാഖത്തെക്കാളും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിന്റെ നേരെ നിവൃത്തി ഭാഗത്ത് വ്യാഴം നിലനിൽക്കുന്നത് കൊണ്ട് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ രാശിക്കാർ അടുത്ത വ്യാഴമാറ്റം വരെ രക്ഷപ്പെട്ടു പോകും എന്നാണ് സൂചനകൾ കൊടുക്കുന്നത്. കൂടാതെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളവർക്ക് അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മുന്നോട്ടിറങ്ങാം. അനുകൂല സ്ഥിതി ഉണ്ടാവും. കലാപരമായിട്ടുള്ള സാധ്യതകളോ ബിസിനസ് കാര്യങ്ങൾക്കോ ഒക്കെ താല്പര്യപ്പെട്ട് ചെറിയ കച്ചവടം മുതൽ അങ്ങനെയുള്ളവർക്കെല്ലാം പണം സ്വരൂപിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പണം സ്വരൂപിക്കുക, ഇവയൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്നവർക്ക് അതിനുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ, ധനവരവിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലമാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മേൽ നല്ല പുരോഗതി ഉണ്ടാവും. ഇതോടെ മനസ്വസ്ഥത തീർച്ചയായിട്ടും ഉണ്ടാകുന്ന സമയമാണ്. ഇത് കൂടാതെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം ഈ രാശിക്കാർ കൊടുക്കേണ്ടത്. പക്ഷേ ശിരോരോഗങ്ങളോ മറ്റ് പല തരത്തിലുള്ള ചെറിയ അസുഖങ്ങൾ, ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഒക്കെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ രാശിയുടെ അധിപൻ നീചരാശിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അലട്ടുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും വൃശ്ചികക്കൂറുകാർക്ക് നല്ല ഒരു ഫലം തന്നെ ആവട്ടെ ഡിസംബർ മാസം ആശംസിക്കുന്നു. അത് അടുത്തതായിട്ട് ധനുക്കൂർ. മൂലവും പോരാടവും ഉത്രാടത്തെക്കാളും അടങ്ങുന്നതാണ് ധനുരാശി. ധനുരാശിയുടെ 2ാം ഭാവത്തിൽ
ശുക്രൻ നിൽക്കുന്നു 2-ാം തീയതി. ഈ ഡിസംബർ 2 തൊട്ട് ശുക്രൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അനുകൂല സ്ഥിതനാണ്. കടബാധ്യത ഉണ്ടാകുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ഫണ്ട് സ്വരൂപിക്കാൻ ആഗ്രഹിച്ചവർക്ക് ആ ഫണ്ട് സ്വരൂപിക്കാനുള്ള തീർച്ചയായിട്ടും കഴിയും. ബിസിനസ് തുടങ്ങാനായിട്ടോ പാർട്ട്ണർഷിപ്പിലോ ഒക്കെ ഇറങ്ങുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതുകൂടാതെ 3-ാം ഭാവത്തിൽ 2-ാം ഭാവാധിപതി 3-ാം ഭാവത്തിലുള്ള ശനി നിൽക്കുന്നതാണ് ഈ രാശിക്കാർക്ക് അനുകൂല സ്ഥിതി. പക്ഷെ ഈ രാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴം മാറിൽ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈശ്വരാധീനം കുറച്ച് കുറയും. തീർച്ചയായിട്ടും ആ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന വിഷ്ണു ഭജനമാണ് ഈ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ട് വേണ്ടത്. സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമസ്ഥിതികൾ അല്പം അനുഭവിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ്. വ്യക്തമായിട്ടുള്ള അടുത്ത 5-ാം ഭാവാധിപതിയുടെ മാറ്റം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതികൾ ഉണ്ടാവുള്ളൂ. സന്താനങ്ങൾ കൊണ്ടുള്ള വിഷമസ്ഥിതികളും അവനവൻ്റെ മനസ്സുഖത്തിന് കോട്ടം തട്ടുന്ന ഒത്തിരി വിഷയങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അനുകൂലമായിട്ടുള്ള എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളെ മാത്രം നമ്മൾ മുന്നിട്ട് വിലയിരുത്തി ബാക്കിയുള്ളവയൊക്കെ തള്ളിക്കളയുക മാത്രമേ ഈ രാശിക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ സാധ്യതയുള്ളൂ. ബാക്കി ഉള്ള ശ്രമങ്ങൾ ബാക്കി എന്തിനു വേണ്ടിയൊക്കെ പരിശ്രമം നടത്തിയാലും അതൊന്നും വലിയ പ്രയോജനം ഉണ്ടാവാനുള്ള സാധ്യത കുറവ് വരും. ഇതിലെ വിവാഹ കാര്യങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ശ്രമം നടത്തുന്നവർക്ക് 1 മാസം ഒന്ന് നീട്ടി വെച്ചതിന് ശേഷം അതിനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ മതി. അതിനും പൂർണ്ണത എത്തത്തില്ല. ഈ രാശിയുടെ ഭാഗ്യാധിപനും തീർച്ചയായിട്ടും അനുകൂല സ്ഥിതിയിലല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാസക്കാലത്തിൻ്റെ ന്യൂനതകൾ നോക്കി കണ്ടു വേണം ധനുരാശിക്കാർ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുവാൻ. അടുത്തതായിട്ട് മകരം രാശി. ഈ മാസം ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയിരിക്കുന്നത് മകരം രാശിക്കാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 11-ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങളാണ് ഈ രാശിയിൽ നിൽക്കുന്നത്, ആദിത്യനും ബുധനുമൊക്കെ. തീർച്ചയായിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക്, ഉത്രാടത്തെ മുക്കാലും തിരുവോണം അവിട്ടത്തിലെയും അടങ്ങുന്ന ഈ രാശിക്കാർക്ക് നല്ല ഗുണങ്ങൾ, നല്ല മാറ്റങ്ങൾ ഈ മാസക്കാലം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. കടബാധ്യതയിൽ നിന്ന് രക്ഷ നേടാം. ഭാഗ്യസ്ഥാനം അനുകൂലമാകും. സഹായസ്ഥാനങ്ങൾ ആരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അവയൊക്കെ കിട്ടാനുള്ള വഴി തെളിയും. കൂടാതെ സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്നുള്ള മാറ്റങ്ങളുണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ തീർച്ചയായിട്ടും ബിസിനസ്, കയറ്റുമതി, മറ്റുള്ള കാര്യങ്ങൾ, കലാപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇവയൊക്കെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്കും ഒക്കെ അതിനുള്ള നല്ല പുരോഗമനം ഉണ്ടാകും. കൂടാതെ 3-ാം ഭാവത്തിൽ സഹായസ്ഥാനത്ത് സർപ്പം നിൽക്കുന്നു. സർപ്പദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. വളരെ 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 പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായി അനുഭവിക്കേണ്ട സമയം ആണ് ഡിസംബർ മാസക്കാലത്ത് മകരം രാശിക്കാരെ സംബന്ധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ മാത്രം ലാഭം ഉണ്ടാകും. വീട് പണി എന്തെങ്കിലും തുടങ്ങുന്നവർക്ക് അതിനൊരു ലാഭം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. അത് വസ്തു വിൽപ്പന വാങ്ങൽ ഇവയൊക്കെ താല്പര്യപ്പെട്ടിരുന്നവർക്ക് അതൊന്നും തീർച്ചയായിട്ടും അനുകൂല സ്ഥിതിയിൽ ഉണ്ടാവില്ല. ചില കാര്യങ്ങൾക്ക് കുറച്ച് മോശാവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും പൊതുവെ ഗുണം ഏറെ നിൽക്കുന്ന സമയമായിരിക്കും ഈ ഡിസംബർ മാസക്കാലം. അടുത്തതായിട്ട് കുംഭൻ രാശി. അവിട്ടത്തിന്റെ അരയും ചതയവും പൂരിട്ടാതി മുക്കാലും അടങ്ങുന്നതാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്കും ഏകദേശം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ആണ് ഈ മാസക്കാലം അനുഭവിക്കുന്നത്. തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവരോ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കോ ഒക്കെ അത് കിട്ടാനുള്ള യോഗം ഉണ്ടാകും. സാധ്യത വളരെയധികമുള്ള സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ്. പഠിത്തം മുടങ്ങിക്കിടന്നവർക്കോ അതിനുവേണ്ടിക്ക് ശ്രമം നടത്തുന്നവർക്കോ ഒക്കെ ആ പഠന കാര്യങ്ങൾക്ക്
ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. പാർട്ണർഷിപ്പ് ബിസിനസ്, ചെറിയ ബിസിനസ്സുകൾ വലിയ ബിസിനസ്സിലേക്ക് ഏർപ്പെടുന്നവർക്ക്, ഇവർക്കൊക്കെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. കലാപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷവും തീർച്ചയായിട്ടും ഉണ്ടാകും. ഏറെ ഗുണകരമായിട്ടുള്ള കാലഘട്ടമാണ് ഈ ഡിസംബർ മാസക്കാലം. ചില കാര്യങ്ങൾ അത്ര അങ്ങോട്ട് ശുഭമല്ലെങ്കിൽ പോലും മനസ്സുഖം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഇതുകൂടാണ് മനസ്സുഖമാണല്ലോ പ്രധാനം, മനസ്സും തീർച്ചയായിട്ടും കിട്ടും. സാമ്പത്തിക കാര്യങ്ങൾ അത്ര അങ്ങോട്ട് ഗുണകരമായിട്ടുള്ള അവസ്ഥ ഈ ചാരവശാൽ ഫലങ്ങൾ സൂചിപ്പിക്കുന്നില്ല. ഉള്ളത് കൊണ്ട് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ തെളിയുമെന്നർത്ഥം. ഏതായാലും പുതിയ പുതിയ സാഹചര്യങ്ങളും സാധ്യതകളും തെളിഞ്ഞു കിട്ടുന്ന മാസമാണ് ഈ ഡിസംബർ കാലഘട്ടം. തീർച്ചയായിട്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അനുകൂലം അനുയോജ്യം ആയിട്ടുള്ള സമയമാണ് ഇപ്പോൾ എന്നർത്ഥം. ഏതായാലും നല്ലൊരു സമയം തന്നെ ആവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് മീനം രാശി. ഈ മീനം രാശിയിൽ തന്നെയാണ് പുരട്ടാതി കാലും ഉത്രട്ടാതി രേവതി അടങ്ങുന്നതാണ് മീനം രാശി. ഈ മീനം രാശിയിൽ തന്നെയാണ് സർപ്പം നിൽക്കുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ച് ഒരേ ഒരു ഗ്രഹം മാത്രമേ അനുകൂല സ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ഉള്ളൂ. ബാക്കി എല്ലാ ഗ്രഹങ്ങളും അനുകൂല സ്ഥാനത്തല്ല എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തികമായിട്ടുള്ള ടൈറ്റ് അനുഭവിക്കുന്ന സമയമായിരിക്കും വരാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വസ്തു വിൽപ്പന വാങ്ങൽ ഇതൊന്നും നടക്കുന്ന സമയമല്ല ഈ രാശിക്കാരെ സംബന്ധിച്ച്. അതും അനുകൂല സ്ഥിതിയിലല്ല. ഇനി കുറച്ച് നാളത്തേക്ക് അതിന് അനുകൂല സ്ഥിതിയിൽ ആണെന്ന് പറയാൻ കഴിയില്ല. വിവാഹാധികാരങ്ങളിലേക്ക് ഇറങ്ങുന്നവർക്കും അതിനും പൂർണ്ണമായിട്ടും അനുകൂല സ്ഥിതിയിലല്ല. രോഗങ്ങൾ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത. ഭാഗ്യസ്ഥാനം പൂർണ്ണമായിട്ടും അനുകൂല സ്ഥിതിയിലല്ല. പൊതുവെ മീനം രാശിക്കാർക്ക് അനുകൂലമല്ല എന്ന്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഡിസംബർ മാസക്കാലം പറയേണ്ടിയിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഒഴിച്ച് എവിടുന്നെങ്കിലും സഹായം ചോദിച്ചാൽ കിട്ടും. ബാക്കി കടബാധ്യതയൊക്കെ ഉണ്ടാകുന്ന നേരിയ ഒരു പോംവഴികളൊക്കെ അതിനകത്ത് തെളിയും എന്നതല്ലാണ്ട് പൂർണ്ണമായിട്ടും മിച്ചം വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും ഈ മാസക്കാലം കൃത്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മീനം രാശിക്കാരാണ് ഏറ്റവും അധികം ഈശ്വര ഭജനവും കൂടി മറ്റുള്ള എല്ലാ രാശിക്കാരും വേണം. എന്നാൽ തന്നെയും ഭദ്രാളി ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഈശ്വരാധീനം വളരെ വർദ്ധിപ്പിക്കുന്നതും തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അവർക്കിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഭദ്രകാളി ഭജനം തന്നെയാണ് മീനം രാശിക്കാർക്ക് ഏറ്റവും നല്ലത്. ദേവീ ക്ഷേത്രം, അതുകൂടാതെ ഭദ്രകാളി ക്ഷേത്രം, ഇത് രണ്ടും കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതായാലും നല്ലൊരു രാശിഫലമാവട്ടെ ഡിസംബർ മാസക്കാലത്തിലെ എല്ലാ രാശിക്കാർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.